എവിടെ പോവാ പിന്നെ? സിനിമയ്ക്ക് ലാലുമാമന്റെ സിനിമയ്ക്ക് ഇന്നലെ വിളിച്ച് പറഞ്ഞിരുന്നു, അതിലോട്ട് പോവാ. ആരെ അഭിനയിക്കുന്നത്? ലാലുമാമൻ. ഞങ്ങളുടെ ലാലുമാമനാട്ടോ സിനിമയില്. അക്കുച്ചേട്ടായൊക്കെ ഉണ്ട്. ആ, മാമന്റെ സിനിമയാണ്. സിനിമയ്ക്കകത്തല്ല, മാമന്റെ സിനിമയാണ്. മാമൻ മെയിൻ റോളിൽ വരുന്ന ഒരു സിനിമയാണ്. അപ്പം ഞങ്ങൾ അത് കാണാൻ വേണ്ടി പോവാട്ടോ. അമ്മച്ചിയുണ്ട്, ഞങ്ങളുടെ ഫുൾ ഫാമിലി ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ബാക്കി എല്ലാവരെയും കാണാമെന്ന് തോന്നുന്നു. 6:30 മുമ്പ് ചെല്ലുവാണ്, ഞങ്ങൾ എല്ലാവരെയും കാണും അല്ലേ. ഇപ്പം എല്ലാവരും വന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ച് ഒരുപാട് ആഗ്രഹിച്ചിരുന്നാണ് ചേട്ടായി. ഫോൺ വരുന്നുണ്ടോ? സുഹൃത്തുലാലി എൻ്റെ ചേച്ചിയുടെ മോനാണ്. ഞാൻ കുറേ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഒരു മെയിൻ റോളിലോട്ട് അഭിനയിച്ച പടം കാണാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നതാണ്. ഇപ്പം ഞങ്ങളെല്ലാവരും റെഡിയായി പോവുകയാണ്. കുടുംബസമേതം ഉണ്ട്, അവിടെ കണ്ടിട്ട് വരാം. പൊന്നൊന്ന് വരുന്നുണ്ടോന്ന് സംശയം വരുന്നല്ലേ. അയ്യോ, എനിക്ക് പേടിയായിരുന്നു. ജലദോഷമായിരുന്നു. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. രാവിലെ നല്ല ഉറങ്ങി. പിന്നെ സിനിമ കാണാൻ പോവാന്ന് പറഞ്ഞപ്പം നമ്മുടെ മേലാവി എല്ലാം മാറി. അതെ, നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചൂടുവെള്ളമൊക്കെ കുടിച്ച് ലാലുമാമന്റെ സിനിമ കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ നമ്മളെല്ലാം വിചാരിച്ചിരുന്ന ആൾക്ക് പനി. 6:30 കട്ടപ്പന ഐശ്വര്യ തിയേറ്ററിലാണ് കേട്ടോ ഷോയ്. അപ്പോൾ ചേട്ടൻ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചേട്ടായി ചെറിയ ചെറിയ റോളുകളൊക്കെ സിനിമയിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു മെയിൻ റോളിലോട്ട് വരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അത് നമ്മൾ ഇടുക്കിക്കാരെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ കട്ടപ്പനക്കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് ഇവിടെ നിന്നൊരു സിനിമയിലോട്ട് എത്തിപ്പെടുക എന്ന് പറയുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ടാസ്ക്കാണ്. പിന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി സിനിമാ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അമ്മയുടെ ചേട്ടാന്നേ വിളിക്കുള്ളൂ. അമ്മയുടെ വിചാരം അമ്മയുടെ ചേട്ടൻ. ജോബിന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. 6:15 കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ എല്ലാവരും വന്നു എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞുമ്മ വിളിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എവിടെ എത്തിയെന്ന് ചോദിച്ചപ്പം അനിയത്തി കുഞ്ഞാവേയും കുഞ്ഞിയും ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. നമ്മൾ നേരെ ഇനി പെട്ടെന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഐശ്വര്യ സിനിമാസിലെത്തി കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും അകത്ത് കയറിയിട്ടുണ്ട്. 6:30 ഷോ തുടങ്ങുമല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാവരും അകത്ത് കയറി സീറ്റും പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാത്രമേ ചെല്ലാനുണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും കയറി കഴിഞ്ഞു. ഞാനും കുഞ്ഞാവേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതാണ് ഞങ്ങളുടെ സിനിമാ നടൻ. ഇതിന് മുമ്പ് സിനിമയിലെ ചെറിയ ചെറിയ റോളുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു മെയിൻ റോളിലോട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ചേട്ടായി ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹിച്ച്, അതായത് നമ്മളിപ്പോൾ പറയില്ലേ നമുക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പ്രയത്നിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമെന്ന് പറയില്ലേ, അങ്ങനെ ഒരു ഇതാണ് കേട്ടോ ചേട്ടായി. അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു മെയിൻ റോളിലോട്ട് വരാൻ വേണ്ടിയിട്ട്. ഇടുക്കിക്കാരെ സംബന്ധിച്ച് ലാൽച്ചേട്ടായി നല്ലവണ്ണമൊക്കെ എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ലാൽച്ചേട്ടായി എന്നാണ് കേട്ടോ വിളിക്കുന്നത്. പേര് സൂര്യലാൽ എന്നാണെങ്കിലും ഞങ്ങൾ ചേട്ടായി എന്നാണ്, ലാൽച്ചേട്ടായി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ചേട്ടായി അതിനു വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇടുക്കി ജില്ലയുടെ സാംസ്കാരിക വകുപ്പിൻ്റെ ജില്ലാ കോർഡിനേറ്ററാണ് ചേട്ടായി. അതുപോലെ തന്നെ നാടകങ്ങളിലും ആൽബങ്ങളിലും പിന്നെ നമ്മുടെ പത്രപ്രവർത്തനത്തിലും എല്ലാ മേഖലയിലും തൻ്റേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് ചേട്ടായിക്ക്. അപ്പോൾ അതിനൊപ്പം തന്നെ എനിക്ക് സിനിമ എന്ന് പറയുന്ന മോഹം ഒരിക്കലും വിടാതെ അതിനുവേണ്ടി കുറേ പ്രയത്നിച്ച് അതിൻ്റെ ആ ഒരു പ്രയത്നത്തിൻ്റെ ഫലമാണ് കേട്ടോ ഇന്നിപ്പം നമ്മൾ ഈ ബിഗ് സ്ക്രീനിൽ കാണാൻ പോകുന്നത്. ഞങ്ങൾ ചെല്ലാൻ ഇച്ചിരി താമസിച്ചുകൊണ്ട് സീറ്റെല്ലാം ഫില്ലായിരുന്നു കേട്ടോ. വളരെ കുറച്ച് സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ സീറ്റും ഏകദേശം ഫില്ലായിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിലെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാം ഫില്ലായിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഒരു നിറഞ്ഞ സദസ്സിൻ്റെ മുന്നിലാണ് ആ ഒരു സിനിമ നമ്മൾ കാണാൻ പോകുന്നത്. അതും ചേട്ടായെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം കൊടുക്കുന്നൊരു കാര്യമാണ് കേട്ടോ. പിന്നെ നമ്മുടെ സിനിമയായ കർത്താവ് ക്രിയ കർമ്മം എന്ന സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ 4 കഥാകൃത്തുക്കളുടെ കഥകളെ ആസ്പദമാക്കിയുള്ള സിനിമയാണ് കേട്ടോ. അതിൽ ഒരു കഥ നമ്മുടെ മോബിൻ സാറിൻ്റെതാണ്. മോബിൻ സാറിനെ അറിയായിരിക്കും, നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവാണ്. നമ്മുടെ കട്ടപ്പനക്കാരനാണ് കേട്ടോ മോബിൻ സാറ്. അപ്പോൾ സാറിൻ്റേതാണ് ഒരു കഥയെന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഞങ്ങളുടെ സിനിമ ഇവിടെ ആരംഭിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ എക്സൈറ്റ്മെൻറ്റിലാണ്. ലാൽച്ചേട്ടയുടെ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ സീൻ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കട്ട വെയിറ്റിങ്ങിലായിരുന്നേ. താങ്ക്സ് ഓൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്.
സ്വാമി ശരണം. അങ്ങനെ തേണ്ട സിനിമയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം നമുക്ക് നിങ്ങളുടെ ലാലു ചേട്ടായിനെ പറ്റിയും സിനിമയെ പറ്റിയുള്ള അഭിപ്രായം എന്തൊക്കെയാണെന്ന് കേട്ടാലോ. ഒരു മനോഹരമായ ചലച്ചിത്രം കണ്ട് അവസാനിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഏറെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഇരുന്ന് ഒരു ചലച്ചിത്രം കാണാൻ സാധിച്ചതിന്റെ വലിയ സന്തോഷമുണ്ട്. ഒരു പക്ഷേ തിരുവനന്തപുരത്ത് ഇത് പ്രദർശിപ്പിച്ചപ്പോഴും എറണാകുളത്തൊക്കെ പ്രദർശിപ്പിച്ചപ്പോഴും ഉള്ളതിൽ കുറെ കൂടെ സന്തോഷം നമുക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾ ഒരുമിച്ചിരുന്ന് കണ്ടതാണ്. അപ്പോൾ ഈ കണ്ട ചലച്ചിത്രത്തില് പ്രധാനപ്പെട്ട വേഷം ചെയ്ത 2 ആളുകളിൽ നമ്മുടെ പ്രിയപ്പെട്ട സൂര്യലാലുണ്ട്. അതുപോലെ ഇതിൽ കഥ എഴുതിയ മോബിനുണ്ട്. പലരും കൂടി എഴുതിയ കഥകളാണ്. അതിലൊരു കഥ എഴുതിയ മോബിൻ മോഹനുണ്ട്. അങ്ങനെ ഏറെ പ്രിയപ്പെട്ട ആളുകൾ എല്ലാവരും കൂടി ചേർന്ന ചലച്ചിത്രത്തിന്റെ നമുക്കൊരു അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാനായിട്ടുള്ള ഒരു വേദിയായിട്ട് ഈ സമയം കുറച്ച് സമയം ഒന്ന് ഉപയോഗിക്കാം. അതിനായിട്ട് ഏറെ പ്രിയപ്പെട്ട ആദ്യം ഞാൻ MC ബോബനെ ഏറെ സ്നേഹത്തോടു കൂടി ഒന്ന് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ചലച്ചിത്രത്തിന്റെ പ്രവർത്തിച്ച ആളുകൾ നമ്മളൊക്കെ ഉണ്ട്. പ്രധാന വേഷം ചെയ്ത ആളുകളുണ്ട്. സംവിധായകൻ അഭിലാഷ് ഉണ്ട്. അഭിലാഷിനെ ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. പ്രധാന വേഷം ചെയ്ത ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പ്രിയപ്പെട്ട മോഹനെയും ലാലിനെയും ഒപ്പം ഇങ്ങോട്ടും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട പ്രത്യേകിച്ച് നമ്മുടെ കട്ടപ്പനയുടെ പ്രിയപ്പെട്ട സൂര്യലാലും മോബിനും ഒപ്പം സിനിമയുടെ ഭാഗമായ 2 പ്രധാനപ്പെട്ട ആളുകൾ ശ്രീ സുരേഷ്, അഭിലാഷ്, ഇവരുടെയൊക്കെ ഒപ്പം ഇരുന്ന് നമുക്ക് ഈ സിനിമ കാണാൻ കഴിയുന്നു എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കട്ടപ്പനയെ സംബന്ധിച്ച് നമ്മുടെ ഈ മേഖലയിൽ നിന്ന് സിനിമാ ലോകത്തേക്ക് എത്തപ്പെടുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നും. അപ്പോൾ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട്, നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് ഇവർക്ക് ഈ ഒരു മേഖലയിൽ സജീവമാകുന്നത്. ഏറ്റവും വലിയ സന്തോഷമുണ്ട്. ഒരു ചെറിയ സിനിമ, എന്നാൽ വലിയ മനസ്സോടെ നമുക്കത് ആസ്വദിക്കാൻ കഴിയുന്നു. ഇതിനകത്തുണ്ടായിരുന്ന ഈ അണിയറ പ്രവർത്തകരെയും ഒപ്പം തന്നെ ഇതിനകത്ത് അഭിനയിച്ച പ്രധാനപ്പെട്ട 2 ആളുകൾ, ഒപ്പം മോബിന്റെ 5 കഥകളുടെ മോബിന്റെ ഒരു കഥ ഉൾപ്പെടെ 5 കഥകളുടെ ഒരു കൂട്ടിച്ചേർക്കലാണ് ഈ സിനിമ. എന്തായാലും നമുക്ക് ഈ കഴിഞ്ഞ 1.5 മണിക്കൂർ ഇവരോടൊപ്പം ഇരുന്ന് സിനിമ ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഈ ശ്രമം വലിയൊരു വിജയമായി മാറട്ടെ. തുടർന്നും കൂടുതൽ മികച്ച സിനിമകൾ ഉണ്ടാക്കാൻ ഇതൊരു പ്രചോദനമായി തീരട്ടെ. കട്ടപ്പനയുടെ ചലച്ചിത്ര പ്രേമികൾ, അതോടൊപ്പം തന്നെ സുഹൃത്ത് സംഘം, ഒരു കുടുംബമാണിത്. ഈ കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും ഈ സിനിമയുടെ എല്ലാ പ്രവർത്തകർക്കും അറിയിക്കുന്നു. ആദ്യം തന്നെ എൻ്റെ കട്ടപ്പനക്കാർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ചിലർ മെസ്സേജൊക്കെയാണ് അയച്ചത്, എന്നിരുന്നാലും എല്ലാവരും തന്നെ എത്തി. അഭിലാഷ് സാറിനോട് നന്ദി അറിയിക്കട്ടെ. അതിനോടൊപ്പം തന്നെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, നമ്മുടെ നാടിൻ്റെ അഭിമാനമായിട്ടുള്ള മോബിൻ്റെ കഥ, ആ കഥയിലാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. ഇതിനകത്ത് 5 പേരുടെ കഥയിൽ മോബിൻ്റെ കഥയിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു അഭിമാനമായിട്ട് കരുതുകയാണ്. അതിനോടൊപ്പം തന്നെ എൻ്റെ നാടകങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും നാടകത്തെ പരുവപ്പെടുത്തിയെടുത്തത് ദർശനയാണ്. ദർശനയുടെ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൽ ഒത്തിരിയധികം സന്തോഷം. പിന്നെ എപ്പോഴും പ്രോത്സാഹനമായി കൂടെയുള്ള എൻ്റെ കൂട്ടുകാർ, മാധ്യമപ്രവർത്തകർ, പ്രത്യേകിച്ച് ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന, അങ്ങനെ വിവിധ ക്ലബ്ബുകളിൽ നിന്നും എത്തിയിരിക്കുന്ന ആളുകൾ, എൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമയുടെ ഡയറക്ടർ നന്ദേട്ടനും അതുപോലെ തന്നെ ജസ്റ്റിൻ ചേട്ടനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നു. ബോബൻ ചേട്ടനടക്കം, അനിൽ കെ ശിവറാം, അതുപോലെ GK പൊന്നാങ്കുഴി അടക്കം ഒരുപാട് പേർ.